എല്ലാ പ്രേക്ഷകർക്കും വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിൽ ആക്രമണത്തിന് ഹൂത്തികൾക്ക് ചൈനയുടെ ഇൻ്റലിജൻസ് സഹായം ലഭിക്കുന്നുവെന്ന് അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ വരുന്നു. ഇത് വലിയ തരത്തിലുള്ളൊരു കോലാഹലം സൃഷ്ടിക്കുകയാണ്. ചെങ്കടലിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഹൂത്തികൾ കൃത്യമായ ആക്രമണം കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായി, അതായത് ഗസ യുദ്ധം ആരംഭിച്ച അന്നു മുതൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്കും ഒക്കെയുള്ള ചരക്ക് ഗതാഗതം ആഫ്രിക്ക വഴി ശതകോടികൾ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ എലിയാത്ത് ഉൾപ്പെടെയുള്ള പല തുറമുഖങ്ങളും ഡ്രൈ തുറമുഖങ്ങളാക്കി മാറ്റുന്നതിലൊക്കെ ഇതിന് കാരണമായി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചൈനീസ് സഹായം, ചൈനയുടെയും ഇറാൻ്റെയും സഹായം ഹൂത്തികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അമേരിക്കയും ട്രംപും വലിയ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ വസ്തുത എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ഹൂത്തികൾ ഇത്രയേറെ ആക്രമണം നടത്തിയിട്ടും ഹൂത്തികൾക്കെതിരെ തിരിച്ചടി നൽകുവാൻ സംയുക്ത യൂറോപ്യൻ സൈന്യത്തെ രൂപീകരിച്ചിട്ട് പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചിട്ടില്ല. ഇസ്രായേലിന് ഇതുവരെ തിരിച്ച് പകരം വീട്ടാൻ കഴിയാത്ത ഒരേ ഒരു വിഭാഗം ഹൂത്തികളാണെന്ന് പറയാം. മറ്റുള്ളവരെ തിരിച്ചാക്രമിക്കാനെങ്കിലും കഴിഞ്ഞു. 2000 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഹൂത്തികളെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. പക്ഷേ ഹൂത്തികൾ ഇസ്രായേലിനെ നിർബാധം മിസൈൽ ആക്രമണത്തിലൂടെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശേഷമാണിപ്പോൾ അമേരിക്കയുടെ ഈ ആരോപണം വന്നിരിക്കുന്നത്. ചൈനീസ് സൈന്യവുമായി ഉന്നത ബന്ധമുള്ള ചാങ് ഹുവാങ് സാറ്റലൈറ്റ് ടെക്നോളജിയാണ് ഇത്തരത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെക്കുറിച്ച് കൃത്യമായ വിവരം ഹൂത്തികൾക്ക് നൽകുന്നു എന്നുള്ള ആരോപണം അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക നേരത്തെയും സമാന രീതിയിലുള്ള ആക്രമണം വിവരത്തെക്കുറിച്ചും ചൈന നടത്തി വരുന്ന സഹായങ്ങളെക്കുറിച്ചും ചൈനയോട് തന്നെ നേരിട്ട് പറഞ്ഞതാണെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. പക്ഷേ ചൈന ഇത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ചൈന ഇത് പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും അമേരിക്കയ്ക്കുണ്ട്. ഏതായാലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നിർബാധം പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾ, ചെങ്കടലിലെ അവരുടെ യാത്രകൾ ഏതാണ്ട് അവസാനിപ്പിച്ച ഹൂത്തികൾ ചൈനീസ് സഹായം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൈനയുടെ ഉന്നത സാങ്കേതികവിദ്യയിലുള്ള റഡാർ സംവിധാനങ്ങളും കപ്പലുകളെക്കുറിച്ചുള്ള വിവരങ്ങളും സാങ്കേതിക വിവരങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഹൂത്തികളെ ചൈന സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ വലിയൊരു പ്രതിസന്ധിയായിട്ട്, അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ പ്രതിസന്ധിയായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. ഇതിൽ അമേരിക്ക പറയുന്ന ഏറ്റവും വലിയ വാദഗതി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെ ചെങ്കടലിലൂടെ പോകുന്നില്ല, അവർ ആഫ്രിക്ക വഴി തിരിഞ്ഞ് ശതകോടികൾ ചെലവഴിച്ചു പോകുമ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ കപ്പലുകൾ യാതൊരു കൂസലും ഇല്ലാതെ കടന്നു പോകുന്നു. ഇത് ഇവർ തമ്മിലുള്ള ഒരു കളിയാണ് എന്നുള്ള ഒരു ആരോപണമാണ് അമേരിക്ക പ്രധാനമായും ചൈനക്കെതിരെ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ ഒരു വാർത്ത വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിച്ചേക്കാം എന്ന് പറയുന്നു. ഇതിന് ചൈന പറയുന്ന വിശദീകരണം എന്തെന്ന് വെച്ചാൽ, ഹൂത്തികളെ നിലനിർത്താനുള്ള കഴിവില്ലാത്ത അമേരിക്ക അതിൻ്റെ ഭാരം വെറുതെ ചൈനയുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നാണ് ചൈന തിരിച്ച് അമേരിക്കയ്ക്കെതിരെ ആരോപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.